ഈ വിഷയത്തിൽ ഒരു സമാധാനമുണ്ട്. കാരണം അറിഞ്ഞോ അറിയാതെയോ മലയാളികൾ തന്നെ പറയുന്നു, അതെ റഹീം കൊലയാളിയാണ്, റഹീം കൊലയാളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണം ചിലവഴിച്ചത്. അതിനിടയ്ക്ക് വേറെ ഒരു പുഴുക്കുത്തൊരു ക്യാൻസർ വന്നിട്ട് നിരീശ്വരവാദികൾ ആരും 1 രൂപ പോലും തന്നിട്ടില്ല. അല്ലടാ, ആരൊക്കെയാണ് പണം തന്നതെന്ന ലിസ്റ്റ് നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടോ? കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് കറിയിലിടുന്ന കറിവേപ്പില പോലെ ഈ വിഷയത്തെ മതവൽക്കരിക്കേണ്ട കാര്യം എന്താ? ആദ്യം പറഞ്ഞു ഇത് കേരളത്തിന്റെ സ്റ്റോറിയാണ്, മലയാളികൾ മാത്രമാണ് പണം സ്വരൂപിച്ചത്. നല്ലടോ, സൗദി അറേബ്യയിലെ ആൾക്കാരുടെ അടക്കം പണമുണ്ട് ഇതില്. ലോകത്തുള്ള മനസാക്ഷി മരിക്കാത്ത മുഴുവൻ മനുഷ്യരുടെയും പണമുണ്ട് ഇതില്. യുക്തിവാദികൾ പണം കൊടുത്തിട്ടില്ല, നിരീശ്വരവാദികൾ പണം കൊടുത്തിട്ടില്ല. എടോ, നമ്മുടെ വിമർശനങ്ങൾ, നമ്മുടെ വ്യതിരിക്തമായ ആശയങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം, വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കരുത്.